വിദ്യാഭ്യാസ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ കണക്കെടുപ്പിലും കേരളം പ്രഥമ ശ്രേണിയിലാണെന്നും പരീക്ഷാ നടത്തിപ്പും ഫലപ്രഖ്യാപനവും കുറ്റമറ്റ രീതിയിൽ പൂർത്തീകരിക്കുന്നുണ്ടെന്നും മന്ത്രി വി ശിവൻകുട്ടി. ദേശീയതലത്തിൽ നീറ്റും നെറ്റും പരീക്ഷകളെല്ലാം തന്നെ തകിടം മറിച്ച് വിദ്യാർത്ഥികളെ കണ്ണീര് കുടിപ്പിക്കുന്ന സാഹചര്യമുള്ളപ്പോഴാണ് കേരളം പരീക്ഷാ നടത്തിപ്പിൽ മാതൃകയാവുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അമ്പലപ്പുഴ നീർക്കുന്നം SDV ഗവൺമെന്റ് UP സ്കൂളിലെ പുതിയ സ്കൂൾ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. കഴിഞ്ഞ 8 വർഷം കൊണ്ട് 5000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയതെന്ന് മന്ത്രി പറഞ്ഞു. ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന UP സ്കൂളായ നീർക്കുന്നം SDV ഗവൺമെന്റ് UP സ്കൂളിലെ അന്തർദേശീയ നിലവാരത്തിലേക്ക് എത്തിച്ചേരുകയാണ്. മുൻമന്ത്രിയും MLAയുമായി ഇരുന്ന CG സുധാകരന്റെ ആസ്തിവികസന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ സ്കൂൾ മന്ദിരത്തിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കുന്നത്. പ്രൈമറി വിഭാഗം കുട്ടികളുടെ സമഗ്ര കായിക വികസനത്തിന് ഹെൽത്തി കിഡ്സ് പദ്ധതി നടപ്പിലാക്കുന്നതായി മന്ത്രി പറഞ്ഞു. സ്കൂൾ പഠന സമയത്ത് ചെയ്യാൻ കഴിയുന്ന 10 മിനിറ്റ് വീതം ദൈർഘ്യമുള്ള വ്യായാമ പരിപാടിയിൽ എല്ലാ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിക്കാൻ ഫിറ്റ്നസ് ബെൽ സംവിധാനം കൊണ്ടുവരാൻ ആലോചിക്കുന്നതായും മന്ത്രി അറിയിച്ചു. ചടങ്ങിൽ H. സലാം MLA അധ്യക്ഷനായി. മുൻമന്ത്രി G. സുധാകരന്റെ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച നീർക്കുന്നം SDV ഗവൺമെന്റ് UP സ്കൂൾ കെട്ടിടത്തിൽ പുതുതായി 6 ക്ലാസ് മുറികളാണ് ഉദ്ഘാടനം ചെയ്തത്. H. സലാം MLA രചിച്ച് രാജു പനക്കൽ സംഗീത സംവിധാനം നിർവഹിച്ച് അധ്യാപകർ പാടിയ നൃത്താവിഷ്കാരത്തോടെയാണ് ചടങ്ങ് ആരംഭിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാകേഷ്, അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S. ഹാരിസ്, വൈസ് പ്രസിഡന്റ് PM ദീപ, ജില്ലാ പഞ്ചായത്ത് അംഗം P. അഞ്ജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ, പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പിണറായി സർക്കാർ ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന് മാത്രമല്ല, സംസ്ഥാന ഭരണം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP. ജനങ്ങൾക്ക് വേണ്ടിയല്ല, പാർട്ടിക്ക് വേണ്ടിയും സ്വന്തക്കാർക്ക് വേണ്ടിയുമാണ് പിണറായി വിജയൻ ഭരണം നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. രാമങ്കരി പഞ്ചായത്ത് 13ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥി VA ബാലകൃഷ്ണന്റെ വിജയത്തിനായുള്ള കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് MP. ക്ഷേമ പെൻഷൻ പോലും കൃത്യമായി കൊടുക്കാൻ സാധിക്കാത്ത കേരള സർക്കാർ സാധാരണക്കാരുടെ നിരവധിയായ പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുകയാണെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു. ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും പാലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഓരോ ദിവസവും പത്രം വായിക്കുമ്പോൾ PSC അംഗത്തെ നിയമിക്കാൻ കോഴ വാങ്ങിക്കുന്നു, സർവകലാശാലകളിൽ യൂണിവേഴ്സിറ്റികളിൽ മാർക്ക് കൂട്ടിയിടുന്നു, യൂണിവേഴ്സിറ്റികളിൽ അതിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുകയും അവിടെ കൃത്രിമങ്ങൾ നടക്കുകയും ചെയ്യുക. അപ്പൊ എല്ലാ രംഗത്തും പിണറായി വിജയൻ ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണമല്ല. ഇവിടെ ഭരണം നടക്കുന്നത് ആർക്ക് വേണ്ടിയാ? പാർട്ടിക്ക് വേണ്ടി, പാർട്ടി സഖാക്കൾക്ക് വേണ്ടി, അവരുടെ ബന്ധുക്കൾക്ക് വേണ്ടി, അവരുടെ സ്വന്തക്കാർക്ക് വേണ്ടി ആണ് ഭരണം നടത്തുന്നത്. കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ ഭരണം താൽക്കാലികം മാത്രമാണെന്ന് പറഞ്ഞ MP കുട്ടനാട് MLA തോമസ് കെ തോമസിനെതിരെയും ആഞ്ഞടിച്ചു. കുട്ടനാടിന്റെ വികസനത്തിനായി യാതൊന്നും ചെയ്യാൻ MLAയ്ക്കാവുന്നില്ല. ഒരു നിമിഷമെങ്കിലും മന്ത്രി കസേരയിൽ ഇരിക്കണം എന്ന ആഗ്രഹം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ എന്നും കൊടിക്കുന്നിൽ പരിഹസിച്ചു. ഇനി ഒരിക്കലും കുട്ടനാട്ടിൽ MLA ആവില്ല എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം എന്നുള്ളതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ശശീന്ദ്രനെ വലിച്ച് താഴെയിട്ട് 1-2 വർഷം അത്രയും സമയം ആ കസേരയിൽ നിന്നിരിക്കാൻ വേണ്ടി കുട്ടനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ, കുട്ടനാട്ടിലെ താറാവ് കൃഷിക്കാര് അവരിന്ന് പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമാണ്. പക്ഷിപ്പനി എന്ന് പറഞ്ഞു ഉള്ള താറാവിനെ എല്ലാം കൊല്ലാൻ പറഞ്ഞു. ഏതെങ്കിലും 10-20 താറാവിന് പക്ഷിപ്പനി വന്നാൽ 15,000-25,000 ലക്ഷക്കണക്കിന് താറാവിനെ കൊല്ലാൻ പറയുന്ന ഒരു സർക്കാരാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത്. ഇവിടെ MLA എന്തിന് ആണ് ഈ കാര്യം MLA പറയണ്ടേ? യോഗത്തിൽ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ സിബിച്ചൻ ജോസഫ് മൂലംകുന്നം അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ K. ഗോപകുമാർ, ജോസഫ് ചേക്കോടൻ, CV രാജീവ്, രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റ് R. രാജുമോൻ, P. വിക്രമൻ, ആന്റണി പുറവടി, റോബിൻ കഞ്ഞിക്കര, സോളി ആന്റണി, മോഹൻ പള്ളിക്കുട്ടുമ എന്നിവർ സംസാരിച്ചു. വീശിയടിച്ച ചുഴലിക്കാറ്റിനെ തുടർന്ന് മാന്നാറിലെ വിവിധ പ്രദേശങ്ങളിൽ നാശനഷ്ടം. വിവിധയിടങ്ങളിൽ നിരവധി വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണു. തിങ്കളാഴ്ച മാന്നാറിലുണ്ടായ ശക്തമായ മഴയിലും വീശിയടിച്ച ചുഴലിക്കാറ്റിലും മാന്നാറിലെ വിവിധ പ്രദേശങ്ങളിൽ വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 4 മണിയോടുകൂടി ഈ വാർഡിൽ വലിയൊരു ചുഴലിക്കാറ്റടിക്കുകയും
നമ്മളിപ്പോൾ ലൈഫ് കൊടുത്ത വീടാണ് കൊച്ചുതറയിൽ സോമൻ്റെ അമ്മയുടെ വീടാണ് തൊട്ടിപ്പുറത്തുള്ളത്. അമ്മയുടെയും സോമൻ്റെയും വീടിൻ്റെ മണ്ടക്കോട്ട് വലിയ പുളിമരം ഒടിഞ്ഞ് വീണിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് തന്നെ ഈ വാർഡിൽ അനേകം മരങ്ങൾ റോഡിലേക്ക് വീഴുകയുണ്ടായി. ചെങ്ങന്നൂരിൽ നിന്നും ഫയർഫോഴ്സ് വരുത്തിയാണ് ഇവിടെ രേവതി വെജിറ്റബിൾസ് എന്ന വാമൻ്റെ കടയുടെ മണ്ടയ്ക്ക് വലിയ വാഗമരം വീഴുകയും ഉടൻ തന്നെ അത് ഫയർഫോഴ്സ് വന്ന് മുറിച്ച് നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഇലക്ട്രിസിറ്റി ലൈൻ ഓഫ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ലാവണ്യയിലെ കൃഷ്ണപിള്ളയുടെ വീടിൻ്റെ മുൻവശത്തുള്ള വലിയ ആഞ്ഞിലിമരം മുൻവശത്തുള്ള 11 കെവിയിലേക്ക് വീഴുകയും 2 പോസ്റ്റുകൾ തകരുകയും ഗതാഗതം സ്തംഭിക്കുകയുണ്ടായി. മാവേലിക്കരയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി അത് മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ശക്തമായ കാറ്റിൽ വൻമരത്തിന്റെ ഒരു ഭാഗം പച്ചക്കറിക്കടയുടെ മുകളിലേക്ക് ഒടിഞ്ഞു വീണു. മാന്നാർ മാവേലിക്കര സംസ്ഥാന പാതയിൽ ആലുമൂട് ജംഗ്ഷന് തെക്ക് വശത്ത് പ്രവർത്തിക്കുന്ന രേവതി വെജിറ്റബിൾസ് എന്ന സ്ഥാപനത്തിന് മുകളിലേക്കാണ് മരം ഒടിഞ്ഞു വീണത്. കടയിലുണ്ടായിരുന്ന ജോലിക്കാരും സാധനം വാങ്ങാനെത്തിയവരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വൈദ്യുതി ലൈനിന്റെ മുകളിലും മരത്തിന്റെ കമ്പുകൾ വീണു. പ്രദേശത്ത് വൈദ്യുതിയും തടസ്സപ്പെട്ടിരിക്കുകയാണ്. മരം വീണതുമൂലം സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരും KSEB ഉദ്യോഗസ്ഥരും ചേർന്ന് മരം വെട്ടിമാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. 12 കൊല്ലത്തിലൊരിക്കൽ നടക്കുന്ന കോടിയർച്ചനയ്ക്ക് മുന്നോടിയായി ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ആലപ്പുഴ മുല്ലയ്ക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ക്ഷേത്രത്തിലെത്തിയ ഗവർണറെ ഭാരവാഹികൾ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. 6ാമത് കോടിയർച്ചനയാണ് ക്ഷേത്രത്തിൽ ഈ തവണ നടക്കുന്നത്. 6 തവണ കോടിയർച്ചന നടന്നിട്ടുള്ള ക്ഷേത്രങ്ങൾ ഭാരതത്തിൽ തന്നെ അപൂർവമാണ്. കോടിയർച്ചനയുടെ ഭദ്രദീപ പ്രകാശനവും ഗോവ ഗവർണർ നിർവഹിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് G. വിനോദ് കുമാർ, കോടിയർച്ചന കമ്മിറ്റി ചെയർമാൻ R. കൃഷ്ണൻ, A. മണി, സബ് ഗ്രൂപ്പ് ഓഫീസർ GR. രശ്മി, ഉപദേശക സമിതി സെക്രട്ടറി K. പത്മകുമാർ, വൈസ് പ്രസിഡന്റ് S. വിനോദ്, രക്ഷാധികാരികൾ എന്നിവർ ചേർന്നാണ് ഗവർണറെ സ്വീകരിച്ചത്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ സാമൂഹിക പ്രതിബദ്ധത പ്രശംസനീയമെന്ന് സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ മോർ ഡോക്ടർ സാമുവേൽ തെയോഫിലോസ് മെത്രാപ്പൊലീത്തയ്ക്ക് നിരണത്ത് പൗരാവലി നൽകിയ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2 തലങ്ങൾ, ആധ്യാത്മികമായ തലങ്ങളിലും അതോടൊപ്പം തന്നെ ഭൗതികമായ മേഖലകളിൽ സമൂഹത്തിന് ഒരുപാട് നേട്ടമുണ്ടാകുന്ന പ്രയോജനമുണ്ടാകുന്ന മേഖലകളിലേക്ക് കടന്നു വരാൻ കഴിയട്ടെ എന്ന് ഞാൻ സമൂഹത്തിൽ ആശംസിക്കുകയാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഓരോ ആളുകളും ഓരോ കർമ്മ നിയമങ്ങളെ വിശ്വസിക്കുന്നതാണ്. അതൊക്കെ കൃത്യമായി തന്നെ ദൈവത്തിൻ്റെ ഒരു ആസൂത്രിതമായ ഒരു പദ്ധതിയുടെ ഭാഗം നമ്മളൊക്കെ ഒരു വിഷയം നമ്മുടെ ജീവിതത്തിലെ കർമ്മമേഖലകളിൽ പല തലങ്ങളിൽ കടന്നു വരുന്നതൊക്കെ സ്വാഭാവികമായ കാര്യം. അത് ഒരു ജന്മാന്തരമായ യജ്ഞത്തിൻ്റെ ഭാഗമായി പൂർവാർജിതമായ ഒരു അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ചില ദൗത്യങ്ങൾ ചില ആളുകൾ ഏൽപ്പിക്കപ്പെടുന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. നിരണം സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് കവാടത്തിലെത്തിയ മെത്രാപ്പൊലീത്തയെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക സംഘടനാ ഭാരവാഹികൾ, വൈദികർ, വിശ്വാസികൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ തിരുവനന്തപുരം അതിഭദ്രാസനം ബിഷപ്പ് മാത്യൂസ് മാർ സിൽവാനിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. ആന്റോ ആന്റണി MP മുഖ്യപ്രഭാഷണം നടത്തി. ഗീവർഗീസ് മോർ കൂറിലോസ് മെത്രാപ്പൊലീത്ത, മാന്നാർ പുത്തൻപള്ളി ജുമാ മസ്ജിദ് ചീഫ് ഇമാം സഹലബത്ത് ദാരിമി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. നിരണം ഇടവകയുടെ കൂദാശ വാർഷിക ദിനത്തോടനുബന്ധിച്ച് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് മാത്യു T. തോമസ് MLA നിർവഹിച്ചു. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അഡ്മിനിസ്ട്രേറ്റർ ജേക്കബ് പോത്തൻ, സെറിഫെഡ് ചെയർമാൻ വിക്ടർ T. തോമസ്, ബിലീവേഴ്സ് ചർച്ച് റെസിഡൻഷ്യൽ സ്കൂൾ മാനേജർ ഫാദർ സാമുവേൽ മാത്യു, ഡോറ ഡയറക്ടർ ഫാദർ ഷിജു മാത്യു, ജനറൽ കൺവീനർ അജോയ് K. വർഗീസ് എന്നിവർ സംസാരിച്ചു. ഇടവകയുടെ പ്രശംസാപത്രം സെൽവരാജ് വിൻസെന്റ്, റെന്നി തോമസ് തേവേരിൽ എന്നിവർ ചേർന്ന് സമ്മാനിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CSI മധ്യകേരള മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ സാബു മലയിൽ കോശി എന്നിവരുടെ ആശംസാ സന്ദേശം ചടങ്ങിൽ ഇടവക വികാരി ഫാദർ മർക്കോസ് പള്ളിക്കുന്നേൽ കൈമാറി. മോർ ഡോക്ടർ സാമുവേൽ തെയോഫിലോസ് മെത്രാപ്പൊലീത്ത മറുപടി പ്രസംഗം നടത്തി. ഈ പ്രദേശത്തെ നമുക്ക് ഇനിയും നന്നാകണം, വ്യക്തികൾ നന്നാകണം,
ജീവിത നിലവാരങ്ങളുമാണ്. ഈ പ്രദേശം ഒരു വലിയ ഭാഗ്യ സ്മരണയുള്ള തീർത്ഥാടന കേന്ദ്രമായി മാറി. സെന്റ് തോമസ് ലീഹ കർത്താവായ യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരുവൻ. അദ്ദേഹം ഈ കേരളത്തിൽ കടന്നു വന്ന് പാദസ്പർശനം നടത്തിയ പുണ്യഭൂമിയാണ്. ദേവാലയ കൂദാശ വാർഷിക ദിനത്തോടനുബന്ധിച്ച് വിവിധ സാമൂഹിക ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് സെക്രട്ടറി ഡോക്ടർ ജോൺസൺ വി ഇടിക്കുള അറിയിച്ചു. കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി കർഷകർക്ക് നൽകിയ വെർട്ടിക്കൽ ആക്സിയൽ ഫ്ലോ പമ്പുകൾ നിലവാരം കുറഞ്ഞവയെന്ന് ആരോപണം. 30 കോടിയോളം രൂപ വകയിരുത്തിയിട്ടുള്ള പദ്ധതിയിൽ വ്യാപകമായി അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് കർഷകർ സംശയിക്കുന്നത്. കുട്ടനാട്ടിലെ കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരമ്പരാഗത രീതിയിലുള്ള പെട്ടിയും പറയും മാറ്റി ആധുനിക രീതിയിലുള്ള വെർട്ടിക്കൽ ആക്സിയൽ ഫ്ലോ പമ്പുകൾ പാടശേഖരങ്ങൾക്കായി സർക്കാർ അനുവദിച്ചത്. എന്നാൽ പമ്പ് മാറ്റി സ്ഥാപിച്ചിരിക്കുന്ന പല പാടശേഖരങ്ങളും പ്രതിസന്ധി നേരിടുകയാണെന്നാണ് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ചമ്പക്കുളം കൃഷിഭവൻ പരിധിയിലെ കൊക്കണം പാടശേഖരത്ത് സ്ഥാപിച്ച പമ്പ് തകരാറിലായിട്ട് മാസം 1 കഴിഞ്ഞു. തമിഴ്നാട്ടിലേക്ക് റിപ്പയറിംഗിനായി കൊണ്ടുപോയ പമ്പ് ഇതുവരെയും തിരികെ ലഭിച്ചിട്ടില്ല. കർഷകർ പലതവണ വിത്ത് കെട്ടുകയും അതൊക്കെ പാഴാവുകയും ചെയ്തു. പ്രതിഷേധങ്ങൾക്കൊടുവിൽ കമ്പനിക്കാർ പകരം പമ്പ് സ്ഥാപിച്ചുവെങ്കിലും ദിവസം 10,000 രൂപയിലധികം പാടശേഖരത്തിനും ചെലവഴിക്കേണ്ടതായി വന്നു. നെടുമുടി കൃഷിഭവൻ പരിധിയിലെ 365 ഏക്കറോളം വരുന്ന പൊങ്ങ പാടശേഖരത്തിലും സ്ഥിതി സമാനമാണ്. കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി നൽകിയ പമ്പിന്റെ നിരന്തരമായ തകരാർ മൂലം ഇവിടെയും 2ാം കൃഷി അവതാളത്തിലായി. അടിക്കടി ഉണ്ടാകുന്ന തകരാറുകൾ മൂലം കൃഷിയിടത്തിലെ വെള്ളം സമയബന്ധിതമായി വറ്റിക്കാൻ സാധിക്കുന്നില്ലെന്ന് കർഷകർ പറയുന്നു. ഇത് പൊങ്ങപ്പാടശേഖരത്തിൻ്റെയാണ്. ഞങ്ങൾക്ക് സർക്കാരിൽ നിന്ന് അനുവദിച്ചിരുന്ന ഈ പമ്പ് 60 HP പമ്പാണ് തന്നിരിക്കുന്നത്. ആദ്യം കൊണ്ടുവച്ചു. അത് ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ച് ഓട്ടം തുടങ്ങിയിട്ട് വെള്ളം തള്ളുന്നില്ല. ഈ നമ്മുടെ കുഴലിനകത്തൂടെ തള്ളുന്ന പകുതി വെള്ളമേ പോകുന്നുള്ളൂ. അതായത് ഒരു 30ൻ്റെ തള്ളേ കാണത്തുള്ളൂ. അത് വെച്ചു. അത് കഴിഞ്ഞ് അവർ കൂട്ടി വെച്ചു. ലാസ്റ്റ് മെഷീൻ മോട്ടർ കത്തിപ്പോയി. പിന്നെ അതുപോലെ 3 പ്രാവശ്യം കൊണ്ട് വെച്ചിട്ടും നമുക്ക് പ്രയോജനപ്പെട്ടില്ല. ഇപ്പം 30ൻ്റെ എന്ന് പറഞ്ഞ് 2 മോട്ടർ കൊണ്ട് വെച്ചു, എന്നിട്ടും അത് പ്രയോജനപ്പെട്ടില്ല. ഇപ്പോഴും പ്രയോജനമില്ല. ഇന്നലെ 6 മണി ആയപ്പോഴത്തേക്ക് കംപ്ലീറ്റ് വെള്ളം പറ്റിയിട്ടില്ല. ഇപ്പം അത് കണ്ടം മുങ്ങി കിടക്കുകയാണ്. 5 തവണയാണ് പൊങ്ങ പാടശേഖരത്തിൽ പമ്പ് മാറ്റിവെച്ചതെന്ന് കർഷകർ പറയുന്നു. കർഷകരെ ദ്രോഹിക്കുന്ന ഇത്തരം കമ്പനികളെ കരാറിൽ നിന്ന് സർക്കാർ ഒഴിവാക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇനിയില്ല, അടിയന്തരമായി പെട്ടിയും പറയും വെക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അതിൻ്റെ ഈ നഷ്ടപരിഹാരം ഈ കമ്പനി കൃഷിക്കാർക്ക് തന്നെ ഒക്കത്തുള്ളൂ. ഈ കമ്പനി ഒരു പാടങ്ങളിലും വെക്കരുത്, കർഷകരെ ഉപദ്രവിക്കരുത് എന്ന് പറയാനുള്ളത്. ഈ കമ്പനിയെ സംബന്ധിച്ച് 8 സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. 8 സ്ഥലത്തും കംപ്ലൈൻ്റ് ആണ് ഈ കമ്പനി കൊണ്ട് വെച്ചിരിക്കുന്നത്. അത് അടിയന്തരമായി കമ്പനിയെയും ഇതിൽ നിന്ന് ഒഴിവാക്കണം, സർക്കാർ ഒഴിവാക്കണം. അടിക്കടി ഉണ്ടാകുന്ന പരാതികളെ തുടർന്ന് നെൽകർഷക സംരക്ഷണ സമിതി സംസ്ഥാന ഭാരവാഹികളായ സോണിച്ചൻ പുളിങ്ങുന്ന്, PR സതീശൻ, ജോൺ സി ടിറ്റോ എന്നിവർ പൊങ്ങ പാടശേഖരം സന്ദർശിച്ചു. കർഷകരെ സഹായിക്കാൻ സർക്കാർ കൊണ്ടുവന്ന പദ്ധതി കർഷകർക്ക് ഉപദ്രവമായി മാറരുതെന്ന് സമിതി ഭാരവാഹികൾ പറഞ്ഞു. പമ്പ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഒളിമ്പിക്സ് മാതൃകയിൽ വിവിധ ഇനങ്ങൾ കോർത്തിണക്കിയുള്ള പ്രഥമ സ്കൂൾ ഒളിമ്പിക്സ് ഒക്ടോബർ 18 മുതൽ 22 വരെ എറണാകുളത്ത് നടക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. 4 വർഷത്തിലൊരിക്കൽ എന്ന രീതിയിലാണ് കായികമേള നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. സ്കൂൾ കായികമേളയ്ക്ക് ഒരു മാറ്റവും ഇല്ല. അങ്ങനെ മാറ്റമില്ല. അത് 4 വർഷത്തിലൊരിക്കൽ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഒരു സ്ഥലത്ത് നടത്തുന്നു. അതിന് ഒളിമ്പിക്സ് എന്നുള്ള പേരിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സാധാരണഗതിയിൽ സ്കൂൾ ഒളിമ്പിക്സ് നടത്തുന്നത് 4 വർഷത്തിലൊരിക്കലാണ്. 4 വർഷം ഒരിക്കലാണ്. ഒളിമ്പിക്സ് 4 വർഷത്തിലൊരിക്കലാണല്ലോ നടക്കുന്നത്. അതുകൊണ്ട് സ്കൂൾ ഒളിമ്പിക്സും 4 വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത്. അതല്ലാതെയുള്ള സ്കൂൾ മേള സാധാരണ നടക്കുന്ന പോലെ എല്ലാ സ്ഥലത്തും നടക്കും. ഒളിമ്പിക്സ് 4 വർഷത്തിലൊരിക്കലാണ് നടത്തുന്നിടത്ത് ഒരു പ്രാവശ്യമാണ് നടത്തുള്ളൂ. ഗെയിംസും അത്ലറ്റിക്സും ഉൾപ്പെടെ 41 ഇനങ്ങൾ ഒരിടത്ത് ക്രമീകരിച്ചാണ് മത്സരം. ഇതിനൊപ്പം സാധാരണയുള്ള സ്കൂൾ കായികമേളയും ഉണ്ടാകും. ഈ മാസം 25 വൈകിട്ട് എറണാകുളം ടൗൺ ഹാളിൽ സ്വാഗത സംഘം ചേരും. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള നവംബർ 14 മുതൽ 17 വരെ ആലപ്പുഴയിൽ നടക്കും. 5000 കുട്ടി ശാസ്ത്രജ്ഞന്മാർ അണിനിരക്കും. ഇക്കുറി ശാസ്ത്രമേളയിൽ 1ാം സ്ഥാനം കിട്ടുന്നവർക്ക് സർക്കാർ പ്രത്യേക പരിശീലനം നൽകും. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ പാഠപുസ്തകം എല്ലാ വർഷവും പുതുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കുട്ടനാടിന്റെ ആദ്യ MLA തോമസ് ജോണിന്റെ 43ാം ചരമവാർഷികത്തോടനുബന്ധിച്ച്
അനുസ്മരണ യോഗവും തോമസ് ജോൺ സ്മാരക പുരസ്കാര സമർപ്പണവും നടന്നു. ഞായറാഴ്ച വൈകുന്നേരം പുളുങ്ങുന്ന പുന്നക്കുന്നം സെന്റ് ജോസഫ് പാരിഷ് ഹാളിലായിരുന്നു പരിപാടി. കൊടിക്കുന്നിൽ സുരേഷ് MP അനുസ്മരണ യോഗം ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നിർവഹിച്ചു. ഈ വർഷത്തെ തോമസ് ജോൺ സ്മാരക പുരസ്കാരം IIM ബംഗളൂരു മുൻ ഡയറക്ടർ പ്രൊഫസർ J. ഫിലിപ്പ് ഏറ്റുവാങ്ങി. ഈ കുട്ടനാടിന് വേണ്ടി ഒരു ഗർജിക്കുന്ന സിംഹമായി അധികാരി വർഗത്തിൻ്റെ മുന്നിലും അതോടൊപ്പം തന്നെ അധികാര സ്ഥാനങ്ങളിലും ഒരു ഇടിമുഴക്കം പോലെ, ഒരു സിംഹഗർജനം പോലെ ഈ കുട്ടനാടിൻ്റെ ആവശ്യങ്ങൾ ഉയർത്തിക്കാട്ടിയ ബഹുമുഖ പ്രതിഭയായ ഒരു ജനനേതാവായിരുന്നു ശ്രീ തോമസ് ജോൺ എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ, അദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്നവരുടെ പ്രസംഗം കേൾക്കുമ്പോൾ മനസ്സിലാക്കുക. അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും അദ്ദേഹത്തിൻ്റെ പൊതുജീവിതവും രാഷ്ട്രീയ ജീവിതവും സാമൂഹ്യ ജീവിതവും പഠിച്ച് മനസ്സിലാക്കി അത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ പകർത്താൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പൊതുപ്രവർത്തന മാതൃക അത് നമുക്ക് അനുകരിക്കാവുന്നതാണ് എന്നുള്ളതാണ്. ചടങ്ങിൽ പുളുങ്ങുന്ന ഫൊറോന വികാരി റവറന്റ് ഡോക്ടർ ടോം പുത്തൻകളം അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA അനുസ്മരണ പ്രഭാഷണം നടത്തി. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TG ജലജകുമാരി, ഗ്രാമപഞ്ചായത്ത് അംഗം ബെന്നി വർഗീസ്, തോമസ് ജോൺ അനുസ്മരണ സമിതി രക്ഷാധികാരി അലക്സ് മാത്യു, ജോൺ C. ടിറ്റോ, ജോസഫ് K. നെല്ലുവേലി, K. ഗോപകുമാർ, CV. രാജീവ്, ജോസ് കോയിപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. നെൽകർഷക സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടനാടിന്റെ ആദ്യ MLA തോമസ് ജോണിനെ അനുസ്മരിച്ചു. മങ്കൊമ്പ് ബ്രൂക്ക് ഷോർ ഹോട്ടലിൽ നടന്ന അനുസ്മരണ യോഗം നെൽകർഷക സംരക്ഷണ സമിതി രക്ഷാധികാരി VJ ലാലി ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട അവസ്മരണീയമായ ഒരു മുഖമാണ് ബഹുമാനായ ശ്രീ തോമസ് ജോണിൻ്റേത് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഇവിടെ ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ എല്ലാവരുടെയും മനസ്സിൽ ഈ ഒരു രൂപം തന്നെ, അദ്ദേഹത്തിൻ്റെ കോട്ടുമൊക്കെ ഇട്ടുള്ള രൂപം വളരെ പ്രഗത്ഭമായ രീതിയിൽ കുട്ടനാടിനെ നയിക്കാൻ കഴിഞ്ഞിട്ടുള്ള, അന്നത്തെ കാലത്ത് ഏറ്റവും അധികം നല്ല യോഗ്യതയോടെ, വിദ്യാഭ്യാസമടക്കമുള്ള യോഗ്യതയോടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ നെൽകർഷക സംരക്ഷണ സമിതിയുടെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നെൽകർഷക സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് റജീന അഷ്റഫ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളുങ്ങുന്ന, രക്ഷാധികാരി സാം ഈപ്പൻ, വർക്കിംഗ് പ്രസിഡന്റ് PR സതീശൻ, സംസ്ഥാന കോർഡിനേറ്റർ ജോസ് കാവനാട്, ട്രഷറർ ജോൺ C. ടിറ്റോ, വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. രാമങ്കരി പഞ്ചായത്തിലെ മാമ്പുഴക്കരിയിൽ തെരുവുനായ ശല്യം രൂക്ഷം. വളർത്തു മൃഗങ്ങൾക്ക് കടിയേൽക്കുന്നത് നിത്യസംഭവമായി മാറിയിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടിയില്ലെന്ന് ആരോപണം. കഴിഞ്ഞ ദിവസം മാമ്പുഴക്കരി പോത്തൻപറമ്പ് വീട്ടിൽ മണിയന്റെ 3 ആടുകൾക്കാണ് മാരകമായി മുറിവേറ്റത്. യുവകഥാകൃത്ത് വിപിൻ മണിയന്റെ മാമ്പുഴക്കരിയിലെ വീട്ടിൽ നിന്നുള്ള ഉള്ളുപിടയ്ക്കുന്ന കാഴ്ചയാണിത്. വിപിന്റെ 10 സെന്റും പ്രാന്തവും എന്ന പുസ്തകത്തിലെ കഥാപാത്രങ്ങളാണ് വീട്ടിലെ അംഗങ്ങളെപ്പോലെ തന്നെ ഈ ആടുകളും. കഴിഞ്ഞ ദിവസമാണ് ഇവയിൽ 3 എണ്ണത്തിനെ തെരുവ് നായ്ക്കൾ കടിച്ചു കീറിയത്. 40 വർഷത്തോളമായി വീട്ടിൽ ആടുകളെ വളർത്തുന്നുണ്ട് വിപിന്റെ അച്ഛൻ മണിയൻ. വാർദ്ധക്യത്തിലും മക്കളെ അധികം ആശ്രയിക്കാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിനാൽ അതിന്നും തുടർന്നു പോവുകയാണ്. രാത്രി തെരുവോട്ടി ഭയങ്കര ശല്യമാണ്. പറമ്പി വെച്ചാണ് ഇതിനെ കടിച്ചത്. നമ്മൾ സ്ഥിരം ഇതിനെ കൊണ്ട് ജീവിക്കുന്ന 30 കൊല്ലമായ ആടാ. പക്ഷെ ഇപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഒരു മൈതാനം പോലെ ഒരു പറമ്പുണ്ട്. അവിടെ ഞങ്ങൾ സ്ഥിരം പശുവിനെയും ഒക്കെ ആടിനെയും കെട്ടുന്നു. വളരെ കുറവാണ് എൻ്റെ ആടിനെ അവിടെ സ്ഥിരം കെട്ടുന്നത്. അവിടെ വെച്ചാൽ ഈ സംഭവം ഒത്തിരിയുണ്ട്. ഞാനൊരു 100 ആടിനെ വിറ്റിട്ടുണ്ടല്ലോ സാറേ. അറിയാം, ഞാൻ 3, 4, 5, 6 ആകുമ്പോൾ വിറ്റ് കളയും. പിന്നെ നല്ലത് 3 എണ്ണത്തിനെ നിർത്തും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുത്തിവെച്ച് കിട്ടിയ നമ്പർ 1 ആടായിരുന്നു ഞാൻ പറയാൻ. ജമുന പ്യാരി ഇനത്തിൽപ്പെട്ട പ്രസവിക്കാറായ 2 ആടുകൾക്കാണ് മാരകമായി മുറിവേറ്റത്. ഒന്നിന്റെ ചെവി പകുതിയോളം കടിച്ചെടുത്തു. കാലൊടിഞ്ഞതിനാൽ എഴുന്നേറ്റ് നിൽക്കാനും ഇവയ്ക്കാകുന്നില്ല. പലയിടത്തും നായ്ക്കളുടെ പല്ലുകൾ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. ഊരുക്കരിയിലെ മൃഗാശുപത്രിയിൽ പലപ്പോഴും ഡോക്ടർമാരില്ലാത്തതിനാൽ ദിവസേന ഓട്ടോറിക്ഷ വിളിച്ച് ചങ്ങനാശ്ശേരിയിൽ കൊണ്ടുപോയാണ് പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവെപ്പെടുക്കുന്നത്.
അല്ല ഊരിക്കരി ചെന്നാൽ അവിടെ ഡോക്ടറില്ല. പല പ്രാവശ്യം അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ നിന്ന് പിന്നെ പെരുന്നയ്ക്ക് കൊണ്ടുപോകുമായിരുന്നു. അവിടെ ആകുമ്പോൾ അടുത്ത മെഡിക്കൽ സ്റ്റോറും ഉണ്ട്, ഇഷ്ടം പോലെ മരുന്നും മേടിക്കുക. അഥവാ ഊരിക്കരിയിൽ നിന്ന് കുറിച്ച് തന്നാൽ തന്നെ നമ്മൾ ചങ്ങനാശ്ശേരി പോകണം. എന്നാൽ പിന്നെ ആ പോക്ക് അങ്ങോട്ട് പോയാൽ മതിയല്ലോ. അവിടെ ചങ്ങനാശ്ശേരി ഇതിൻ്റെ എല്ലാ മരുന്നുകളും ഉണ്ട്. മാമ്പുഴക്കരി ലൂർദ് മാതാ പള്ളിക്ക് സമീപത്തെ മീൻകുളത്തിലേക്ക് അറവു മാലിന്യങ്ങൾ എത്തിക്കുന്ന വാഹനങ്ങൾ പള്ളിക്കടവിൽ വെച്ച് കഴുകി വൃത്തിയാക്കിയാണ് തിരിച്ചു പോകാറുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു. ചോരമണവും മാലിന്യങ്ങളും തെരുവു നായ്ക്കൾ കൂട്ടമായി എത്തുന്നതിന് കാരണമാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സമീപവാസികളുടെ പശുവിനും പോത്തുകൾക്കും കടിയേറ്റു. നായ്ക്കളെ ഭയന്ന് നാട്ടുകാർക്കും ഇപ്പോൾ പുറത്തിറങ്ങാനാവാത്ത സാഹചര്യമാണുള്ളത്. ഇവിടെ തെരുവ് നായ്ക്കൾ വളരെയധികം ഉണ്ട്, ഒരുപാട് തെരുവ് നായ്ക്കളുണ്ട്. പക്ഷേ 3-4 ദിവസത്തിന് മുൻപ് ഒരു കൂട്ടം പട്ടികൾ അതെല്ലാം കൂടെ വന്ന് ഈ ആടിനെ എല്ലാം കടിച്ച് 1-2 എടുത്ത് വെള്ളത്തിൽ ചാടി 3 എണ്ണത്തിനെ അത് കണ്ടമാനം കടിച്ച്. ഒരു യമുനാപ്പാരി ഇനത്തിൽപ്പെട്ട ഒരു ആടിന്റെ ചെവി പൂർണ്ണമായും കടിച്ചു പറിച്ചെടുത്ത്. മറ്റേ ആടിന്റെ പെടലേക്കും എല്ലാം കടിച്ച് 4-5 മാസം ചെനയുള്ള ആട്. അതിനെ ഇപ്പം നിരന്തരമായി ഡോക്ടറേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ചങ്ങനാശ്ശേരി ആശുപത്രിയിൽ ഇപ്പോൾ കൊണ്ടുപോയി അതിന്റെ ചെവിയെല്ലാം ഡ്രസ് ചെയ്യുകയും സ്റ്റിച്ച് ചെയ്യുകയെല്ലാം ചെയ്ത് ഇപ്പോൾ അതിന്റെ കുത്തിവെയെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. മാമ്പഴക്കരി പ്രദേശത്ത് ആ നായ്ക്കൂട്ടത്തെ ഏതെങ്കിലും തരത്തിൽ ഒതുക്കുന്നില്ല എങ്കിൽ സൺഡേ സ്കൂളിനൊക്കെ പള്ളിയിലേക്ക് പിള്ളേർ പോകുന്ന സ്ഥലങ്ങളാണ്. അത് കൊച്ചു കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് കിട്ടുകയാണെങ്കിൽ ഈ നായ്ക്കൾ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ കടിച്ചു കീറി കൊല്ലുവാൻ വരെയുള്ള സാധ്യതയുണ്ട്. ഓട്ടോറിക്ഷയിൽ ചങ്ങനാശ്ശേരിയിൽ കൊണ്ടുപോകുന്നതിനും മരുന്നുകൾക്കുമായി ഇതിനോടകം മണിയൻ വലിയ തുക ചെലവഴിച്ചു കഴിഞ്ഞു. കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ തന്നെയാണ് ഈ വൃദ്ധ ദമ്പതികൾ ഇവയെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ആർക്കും ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടാകാതിരിക്കാൻ അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6710 രൂപ, പവന് 53,680 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.